വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ എപ്പീഷ്യ ചെടികളുടെ കുറച്ച് കെയറിങ്ങും ടിപ്സൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടന്റ് ഞാൻ എൻ്റെ ചാനലിൽ ഇതുവരെ ഇട്ടിട്ടില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്താ പറയുക, എനിക്കിത് വലിയ പിടുത്തമുണ്ടായിരുന്നില്ല കേട്ടോ. അതായത് നോർമൽ വെറൈറ്റീസ് ആയിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. സാധാരണ എല്ലാവരുടെ കയ്യിലുള്ളൊരു ഗ്രീൻ ഉണ്ടല്ലോ, അപ്പോൾ ഇത് വേറെ വെറൈറ്റി കേട്ടോ. അപ്പോൾ അത് ആ ഒരു വെറൈറ്റി തന്നെ എൻ്റെ ചട്ടിയിൽ വെച്ചിട്ട് അത് പുറത്തേക്ക് കവിഞ്ഞ് വരികയോ അതിന് റണ്ണേഴ്സ് ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അതിന് ശേഷം ഞാൻ പോട്ടിംഗ് മിക്സ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയതിന് ശേഷം എൻ്റെ ചെടി നന്നായിട്ട് ഗ്രോത്ത് വന്നു. അതിനുശേഷം വാങ്ങിയിട്ടുള്ള ചെടികളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ അത് നല്ല ബുഷായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞു തരാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ ഒരു ചെടിയൊക്കെ വളരെ കുഞ്ഞൊരു ചെറിയ കഷ്ണം തൈയായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ എൻ്റെ ചട്ടിയൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ചില വെറൈറ്റീസ് അതുപോലെ പെട്ടെന്ന് തൈകൾ വെക്കില്ല, പക്ഷെ ചിലത് പെട്ടെന്ന് തന്നെ വെക്കും ചെയ്യും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകളാണ്. അത് ഇപ്പോൾ ഈ ഇലയൊക്കെ നന്നായിട്ട് വലുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എൻ്റെ ചെടിയുടെ പണ്ടത്തെ ഒരു സ്ഥിതി കേട്ടോ. അതായത് ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ആ ചെടി അങ്ങനെ ഇരിക്കും, അതിന് റണ്ണറോ ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ മെയിൻ റീസൺ ഞാനത് വെച്ചിരിക്കുന്ന കണ്ടീഷൻ, അതായത് ഏത് സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ വെക്കുന്ന സ്ഥലം നല്ല ലൈറ്റ് കിട്ടണം. അത്യാവശ്യം വെയിൽ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മൾ എപ്പോഴും വെള്ളം നനച്ച് കൊടുക്കണം. അറ്റ്ലീസ്റ്റ് മിസ്റ്റിംഗ് എങ്കിലും ചെയ്യണം. അതിന് ഹ്യൂമിഡിറ്റി വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ പോട്ടിംഗ് മിക്സ് എപ്പോഴും എന്താണ്, നല്ല ഡ്രെയിനേജ് ഉള്ള സോയിലായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്തത് ആദ്യം തന്നെ. എന്നാൽ മാത്രമേ അത് ലൈറ്റായിരിക്കണം. അതിൻ്റെ പോട്ടിംഗ് മിക്സ് എപ്പോഴും ലൈറ്റായിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ പണ്ടത്തെ ചെടിയാണ് കേട്ടോ. പണ്ടത്തെ ചെടി എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെയായിരുന്നു എൻ്റെ ചെടീൻ്റെ ഒരു അവസ്ഥ. അതായത് ഇലകളൊന്നും ഇല്ലാതെ പൂക്കളൊക്കെ ഉണ്ടാകും, കുറേ കളകളൊക്കെ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പോട്ടിംഗ് മിക്സ് മാറ്റിയതിന് ശേഷം അത് മൊത്തമായിട്ട് റീപോട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം എൻ്റെ ചെടി നന്നായിട്ട് വന്നു. ഇതിപ്പോൾ സാധാരണ എല്ലാവരുടെ കയ്യിലും ഉള്ളൊരു ചെടിയുടെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ അത് മാറ്റിയത് മാത്രമല്ല, പോട്ടിംഗ് മിക്സ് മാറ്റിയതിന് ശേഷം ഇലകൾ വന്നത് മാത്രമല്ല, അതിൽ നിറയെ പൂക്കളും വരാൻ തുടങ്ങി. അപ്പം നമ്മളെ മെയിനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്, ആദ്യം തന്നെ കൊടുക്കുന്ന ബേസ്, അത് വളരെ റിച്ച് ആയിട്ടുള്ള പോട്ടിംഗ് മിക്സ് ആയിരിക്കുക. റിച്ച് മാത്രമല്ല, അത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ അത് വേര് അതിൻ്റെ അടിയിലേക്ക് ഇറങ്ങി വരികയുള്ളൂ. ഇപ്പോൾ ഇത് ഒരു വെറൈറ്റി തന്നെ ഞാൻ ഒരുപാട് വെർട്ടിക്കൽ പോട്ട്സിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പം അതും വളരെ ചുരുങ്ങിയ സമയത്ത് കൊണ്ടാണ് അത് വേഗം തന്നെ വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയി ഇത് കൂടുതലായിട്ട് വാങ്ങി കളക്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാനൊരു കുറച്ച് എണ്ണം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല ഉഷാറായിട്ട് ചെറിയ കപ്പിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പ് സൈസ് ഒന്നും നമ്മൾ നോക്കണ്ട, വളരെ കുഞ്ഞ് കപ്പിൽ തന്നെ ഇത് ഫുള്ളായിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന പോട്ടിംഗ് മിക്സും പിന്നെ അതിന് കൊടുക്കുന്ന കുറച്ച് ഫെർട്ടിലൈസറും വളങ്ങൾ, അതായത് മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ കൊടുക്കണം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മിസ്റ്റിംഗ് ഒക്കെ വളരെ നല്ലതാണ് നന്നായിട്ട് ഗ്രോത്തിന് വേണ്ടി. നമ്മൾ എന്ത് പോട്ടിംഗ് മിക്സ് കൊടുത്തിട്ടും കാര്യമില്ല, നമ്മളതിന് നനവ് കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അത് നല്ല ഹെൽത്തി ആയിട്ട് വളരില്ല. നന കൊടുക്കുന്നത് കഴിയുന്നതും മണ്ണിലേക്ക് നോക്കിയിട്ട് നന കൊടുക്കുക. ഇപ്പോൾ ഇതിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പൈപ്പിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പറ്റില്ല, അത് വേറൊരു കാര്യമാണ്. പക്ഷേ കഴിയുന്നതും, അതായത് ഇലകൾ ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുകയാണെങ്കിൽ ഇല കരിച്ചിലും വരും. അപ്പം ഒരു മാനേജബിളായിട്ട് നമ്മളതിനെ കൊണ്ട് നടക്കുകയാണെങ്കിൽ ഇതുപോലെ നിറയെ പൂക്കൾ വരും. ഇതിപ്പോൾ കുറച്ചായിട്ട് ഞാൻ വെച്ചിട്ടുള്ളൊരു ചെടിയാണ്, അത് കറക്റ്റായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പുല്ല് വന്ന് വരും. അത് ഞാൻ വെച്ചാൽ ചാണകം കൂടുതൽ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഈ പുല്ലിൻ്റെ ഒരു ശല്യം ഉള്ളത്. അപ്പോൾ അതും കറക്റ്റായിട്ട് നമ്മൾ കൃത്യമായിട്ട് അതിനെ എടുത്ത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ആ ഒരു നമ്മൾ കൊടുക്കണ വളമൊക്കെ ഈ പുല്ലാണ് വലിച്ചെടുക്കുക. അപ്പോൾ അത് മാറ്റണം. ഇപ്പോൾ ഈ ഒരു ചെടിയൊക്കെ നോക്കിക്കേ, ഇതിലിപ്പം നിറച്ചും പൂക്കളാണ്. ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ നോഡിൻ്റെ അകത്തും എല്ലാ ഈ റണ്ണറിൻ്റെ ഉള്ളിലും പൂക്കൾ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നല്ലൊരു ലൈറ്റാണ് എനിക്ക് അതോടെ വെച്ചപ്പോൾ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വെയിലും ഉണ്ട്, എന്നാൽ ആവശ്യത്തിനുള്ളൊരു തണലും ഉണ്ട്. ആ ഒരു കണ്ടീഷനാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഞാൻ ഈ അടുത്ത് വാങ്ങിയിട്ടുള്ള ചെടികളാണ്. അപ്പോൾ എല്ലാം ഞാൻ കുഞ്ഞി പോട്ടിലാക്കിയിട്ട് വെച്ചതാണ്. അപ്പോൾ അത് നല്ല ഉഷാറായിട്ട് വലിയ ലീവ്സ് ആയിട്ട് എല്ലാം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ റീപോർട്ട് ചെയ്യുന്നൊരു സ്പെഷ്യൽ വീഡിയോ ഞാൻ ചെയ്യാം. അതിൽ ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ എന്ത് പോട്ടിംഗ് മിക്സാണ് അതിൽ കൊടുക്കുന്നതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. തീർച്ചയായിട്ടും നിങ്ങളത് ഫോളോ ചെയ്ത് നോക്കുക. ഞാനെപ്പോഴും വിചാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ എപ്പീഷ്യ എന്താണ് നന്നായിട്ട് വരാത്തത്, എൻ്റെ ചട്ടിയിൽ എന്താണ് അതങ്ങനെ സ്റ്റണ്ടായിട്ടിരിക്കുന്നതൊക്കെ. പക്ഷെ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടുള്ള ഒരു കാര്യമില്ല കേട്ടോ. നമ്മളൊന്ന് മനസ്സ് വിചാരിച്ചാൽ മതി. ചെടി അങ്ങനെ കേടായിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ചെടി തീർച്ചയായിട്ടും കേടാവും. അപ്പോൾ അതിനൊരു മാറ്റം കൊടുക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് മാറ്റി ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.